മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം നേടിടും നാമം പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം നേടിടും നാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം പരിമള തൈലപ്പോൾ യേശുവിൻ നാമം പാരുങ്ങും വാസന വീശിടും നാമം പരിമള തൈലപ്പോൾ യേശുവിൻ നാമം പാരുങ്ങും വാസന വീശിടും നാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം വാനിലും ഭൂമിയും മേലായ നാമം വാനാധിവാനവൻ യേശുവിൻ നാമം വാനിലും ഭൂമിയും മേലായ നാമം വാനാധിവാനവൻ യേശുവിൻ നാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം വാഗ്ദത്തമഖിലവും നൽകിടും നാമം ആശ്രിതകാലം വദായക നാമം വാഗ്ദത്തമഖിലവും നൽകിടും നാമം ആശ്രിതകാലം വദായക നാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം മുഴങ്കാലെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ മടങ്ങിടും നാമം മുഴങ്കാലെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ മടങ്ങിടും നാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ജീവവചനത്തിന്റെ ധ്യാനചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രിയരെ, നിങ്ങൾ ബലപ്പെട്ടിരിക്കുന്നല്ലോ. ഇന്ന് പകലിലും ബലപ്പെട്ട ആത്മീയ ജീവൻ നയിക്കുവാൻ സർവശക്തൻ എല്ലാവർക്കും കൃപ പകരട്ടെ. അവൻ നടന്നതുപോലെ എന്നൊരു വിഷയമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. കുടപ്പുറപ്പുകളുടെ ദൈവവചനപ്രകാരമുള്ള നടപ്പ് ഒരു വിശ്വാസിക്ക് ഏറെ പ്രാധാന്യമുള്ളതും അവന് നിയമിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. ദൈവപൈതൽ നടക്കേണ്ടത് ക്രിസ്തു നടന്നതുപോലെ ആയിരിക്കണം. നടപ്പെന്നത് ഒരുവന്റെ ആത്മീയ ജീവിത നിലവാരമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്നതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ദൈവത്തോട് കൂടെയുള്ള നടപ്പാകണം. ദൈവത്തോട് കൂടെയുള്ള നടപ്പിനെ കുറിച്ച് ആദ്യം കാണുന്നത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഹാനോക്കിന്റെ ജീവിതത്തിലാണ്. ഹാനോക്ക് എന്ന ഭക്തനായ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തിൽ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും തൻ്റെ കുടുംബജീവിതത്തിൽ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ദൈവത്തോട് കൂടെ നടന്നവൻ, കുടുംബജീവിതം നയിച്ചവൻ, തലമുറകളെ ജനിപ്പിച്ച് വളർത്തിയവൻ, അവൻ്റെ ഭൗതിക ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും നിറവേറ്റിയവൻ, അവൻ ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നുവെന്ന്. ദൈവത്തോട് കൂടെ നടന്നവനെ
ദൈവം തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. തൻ്റെ കൂടെ നടക്കുന്നവരെ പ്രിയരെ ദൈവത്തിന് ഇഷ്ടമാണ്. അവരോടൊപ്പം എപ്പോഴും കഴിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തുവിലാകണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ടല്ലേ? ദൈവപുത്രനായ ക്രിസ്തുവിൽ ആകുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ശക്തമായി പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും റോമാലേഖനത്തിൽ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും കഴിയും. ക്രിസ്തുവിലായവരാണ്, ക്രിസ്തുവിനോട് ചേരുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. നോക്കൂ, ശ്രദ്ധിക്കൂ. ആരാണ് ദൈവമക്കൾ? ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ദൈവവചനം പറയുന്നു ക്രിസ്തുവിലായവരാണ് ദൈവമക്കൾ. അർത്ഥാൽ ക്രിസ്തുവിനോട് ചേർന്നവരാണ് ദൈവമക്കൾ, യഥാർത്ഥ ദൈവമക്കൾ. അവർ അപ്രകാരം ചേർക്കപ്പെട്ടവർ, അവർ ക്രിസ്തുവിൽ തന്നെ വസിക്കണം. ക്രിസ്തു അവരിൽ വസിക്കും എന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്രകാരം വസിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവർ അവരുടെ ജീവിതം എങ്ങനെയുള്ളതെന്ന് ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്തണം. ക്രിസ്തുവിനെ പോലെ നടക്കണമെങ്കിൽ പ്രിയരെ ജീവന്റെ പുതുക്കത്തിൽ നടന്ന് ശീലിക്കണം. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്, റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നത്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നമുക്കറിയാം, ഈ വാക്യം നമുക്ക് ഏവർക്കും പരിചിതമാണ്, കാണാപ്പാഠമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യമാണത്. അവൻ നടന്നതുപോലെ നാം നടക്കണമെങ്കിൽ നാം ഒന്നാമത് അവനോട് ചേരണമല്ലേ? അവനോട് ചേരണം. പിന്നീട് ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അപ്പൊ ചേർന്നവർക്ക് മാത്രം, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനുള്ള കൽപ്പന, തിരുവചനം അത് ഏറ്റെടുത്ത് അനുസരണം വരുത്തിയവർക്ക് മാത്രമേ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കൂ പ്രിയരെ, ഇപ്രകാരം ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു വിശ്വാസി ചെയ്യേണ്ടത് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നുള്ളതാണ്. ആത്യന്തികമായി നാം യേശുവിനെ പോലെ നടക്കണമെങ്കിൽ നാം ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എന്നതാണത്. പിന്നെയോ, ഞാൻ കൃപയ്ക്ക് അധീനനാണ്. കൃപയുടെ പ്രമാണത്താൽ ഞാൻ അനുഗ്രഹീതനാണ്. നോക്കൂ പ്രിയരെ, ഗലാത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നു, ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഇപ്രകാരമുള്ള നടപ്പ് ശീലമാക്കുന്നവരാണ് ദൈവവചനപ്രകാരമുള്ള നടപ്പ് ചെയ്യുന്നവർ. അവർ ദൈവത്തോടൊപ്പം നടക്കുന്നവരാകും. അവർ ക്രിസ്തുവിനെ പോലെ നടക്കുന്നവരായിത്തീരും. അവരുടെ ഉത്തരവാദി കർത്താവായ ക്രിസ്തുവായിരിക്കും. കൂടപ്പുറപ്പേ, ക്രിസ്തുവിനെ പോലെ നാം നടക്കുന്നവരാണെങ്കിൽ നമുക്ക് അഹംഭാവികളും അഹങ്കാരികളുമാകുവാൻ ഒക്കില്ല. അഹംഭാവികളിലും അഹങ്കാരികളിലും താഴ്മയും വിനയവും സൗമ്യതയും ക്ഷമയും ഉണ്ടായിരിക്കുകയില്ല. പ്രിയരെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനിൽ ഇതൊന്നുമില്ലായിരുന്നു. നാം അവനെ അനുഗമിക്കുന്നവരാകിയാൽ നമ്മിലും ഇവയൊന്നും ഉണ്ടാകുവാൻ പാടില്ല എന്ന് ദൈവവചനം ശക്തമായി ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം ശക്തമായി ഉപദേശിക്കേണ്ടി വന്നത്. ഇത് നമുക്ക് ശക്തമായൊരു മുന്നറിയിപ്പാണല്ലേ? നാം അറിയാതെ തന്നെ അഹംഭാവം നമ്മിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നാം അറിയാതെ തന്നെ നാം അഹങ്കാരികളാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പ്രതിയോഗി എന്നേക്കുമായി നമ്മെ വിട്ടുമാറിപ്പോയിട്ടില്ല. അവൻ വഞ്ചകനാണ്. അവൻ നമ്മിൽ വ്യാപരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുകയാണ്. പ്രിയരെ, അതുകൊണ്ട് വഞ്ചനയുടെ ആത്മാവിനെ നാം തിരിച്ചറിയണം.
അതിനുവേണ്ടിയാണ് നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതും ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതും. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഇന്നത്തെ ആത്മീയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നത് അഹംഭാവവും അഹങ്കാരവുമാണ്. ഇവ മൂലം ദൈവജനം എന്ന പദവിയിൽ പ്രവേശിക്കപ്പെട്ടവർ ദൈവത്തോടുകൂടെ നടകൊള്ളാതെ വഞ്ചനയുടെ ആത്മാവിനെ അനുസരിച്ച് സ്വസ്നേഹികളായി നടക്കുന്ന ഒരു കാലഘട്ടം. കൂടപ്പിറപ്പുകളെ, നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. നാം ആരെന്ന് തിരിച്ചറിയുക. എപ്പോഴും ആത്മീയ ബോധമുള്ളവരായി ജീവന്റെ പുതുക്കത്തിൽ ആത്മാവിനെ അനുസരിച്ച് തന്നെ നടക്കുക. നാം ക്രിസ്തുവിൽ വസിക്കുന്നവർ അവൻ നടന്നതുപോലെ നമുക്കും നടക്കുന്നവരായി തീരാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, നല്ല ദിവസം നല്ല സമയം ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, കേൾക്കുവാൻ കർത്താവേ സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ആരും അഹങ്കാരികളും അഹംഭാവികളുമായി തീരുവാൻ അനുവദിക്കരുതേ കർത്താവേ. താഴ്മയും വിനയവും സൗമ്യതയും സമാധാനമുള്ളവരായി ദൈവകൃപ നിറഞ്ഞവരായി തന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ക്രിസ്തുവിൽ വസിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഇന്നിൻ്റെ ഈ ദിവസവും അപ്രകാരം ആത്മാവിൽ പരിശീലിപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനും ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നടപ്പ് സ്ഥിരതയോടെ കർത്താവെ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കർത്താവെ കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ കർത്താവെ, സഭ ഉണർത്തപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം നീകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം നീകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. പരിമള തൈലപ്പോൾ യേശുവിൻ നാമം, പാരുങ്ങും വാസന വീശിടും നാമം. പരിമള തൈലപ്പോൾ യേശുവിൻ നാമം, പാരുങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാതിവാനവൻ യേശുവിൻ നാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാതിവാനവൻ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. മുഴങ്കാലെല്ലാം
മടങ്ങിടും നാമം, മുഴങ്കാലെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ മടങ്ങിടും നാമം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം, എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം